ഗോവർദ്ധന കുന്നിനെ ആരാധിക്കുന്നു. വേദയാഗങ്ങളിൽ അമിതമായി മുഴുകിയിരുന്ന ബ്രാഹ്മണരുമായി ഇടപഴകിയപ്പോൾ വെള്ളം നൽകാൻ ഉത്തരവാദിയായ സ്വർഗരാജാവായ ഇന്ദ്രനെ പ്രീതിപ്പെടുത്തുന്നതിനായി ഗോപാലകർ സമാനമായ ഒരു യാഗം ഒരുക്കുന്നുണ്ടെന്ന് കൃഷ്ണനും ബലരാമനും കണ്ടു. കൃഷ്ണന്റെ ഒരു ഭക്തന് കൃഷ്ണബോധത്തിലും കൃഷ്ണന്റെ അതീന്ദ്രിയ സ്നേഹസേവനത്തിലും മുഴുകിയാൽ മറ്റെല്ലാ ബാധ്യതകളിൽ നിന്നും മുക്തനാകുമെന്ന് ഉറച്ചതുമായ വിശ്വാസമുണ്ട്. ഭഗവാൻ കൃഷ്ണന്റെ ഒരു ശുദ്ധ ഭക്തന് വേദങ്ങളിൽ അനുശാസിക്കുന്ന ആചാരപരമായ കർമ്മങ്ങളൊന്നും ചെയ്യേണ്ടതില്ല, ഏതെങ്കിലും ദേവന്മാരെ ആരാധിക്കേണ്ടതില്ല. ശ്രീകൃഷ്ണ ഭക്തനായ ഒരാൾ എല്ലാത്തരം വൈദിക ആചാരങ്ങളും ദേവന്മാർക്ക് എല്ലാത്തരം ആരാധനകളും നടത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. വൈദിക ആചാരാനുഷ്ഠാനങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടോ ദേവന്മാരെ ആരാധിച്ചുകൊണ്ടോ ഒരാൾ കൃഷ്ണന് ഭക്തിപൂർവ്വം സേവനം വികസിപ്പിക്കുന്നില്ല. എന്നാൽ ഭഗവാന്റെ സേവനത്തിൽ പൂർണ്ണമായും ഏർപ്പെട്ടിരിക്കുന്ന ഒരാൾ എല്ലാ വേദനിർദ്ദേശങ്ങളും നിറവേറ്റിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. തന്റെ ഭക്തരുടെ അത്തരം എല്ലാ പ്രവൃത്തികളും നിർത്തലാക്കുന്നതിനായി വൃന്ദാവനത്തിലെ തന്റെ സാന്നിധ്യകാലത്ത് അനന്യമായ ഭക്തിസേവനം ദൃഢമായി സ്ഥാപിക്കാൻ കൃഷ്ണൻ ആഗ്രഹിച്ചു. സർവജ്ഞനായ ഭഗവാനായതിനാൽ ഗോപാലകർ ഇന്ദ്രയാഗത്തിന് തയ്യാറെടുക്കുകയാണെന്ന് കൃഷ്ണന് അറിയാമായിരുന്നു. എന്നാൽ മര്യാദയുടെ ഭാഗമായി മഹാരാജ നന്ദനെപ്പോലുള്ള മുതിർന്ന വ്യക്തികളിൽ നിന്ന് അദ്ദേഹം വളരെ ബഹുമാനത്തോടെയും വിധേയത്വത്തോടെയും കാര്യങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങി. കൃഷ്ണൻ പിതാവിനോട് ചോദിച്ചു, എന്റെ പ്രിയപ്പെട്ട പിതാവേ, ഒരു വലിയ യാഗത്തിനായുള്ള ഈ ക്രമീകരണം എന്താണ്? അത്തരമൊരു യാഗത്തിന്റെ ഫലം എന്താണ്? അത് ആർക്കുവേണ്ടിയാണ്? ഇത് എങ്ങനെയാണ് നടത്തുന്നത്? ദയവായി എന്നെ അറിയിക്കുമോ? ഈ നടപടിക്രമം അറിയാൻ ഞാൻ വളരെ ആകാംക്ഷയോടെ ആഗ്രഹിക്കുന്നു. അതിനാൽ ദയവായി ഈ യാഗത്തിന്റെ ഉദ്ദേശ്യം എനിക്ക് വിശദീകരിക്കുക. ഈ അന്വേഷണത്തിൽ അദ്ദേഹത്തിന്റെ പിതാവ് നന്ദ മഹാരാജൻ മൗനം പാലിച്ചു. തന്റെ ഇളയ മകന് യജ്ഞം നടത്തുന്നതിന്റെ സങ്കീർണതകൾ മനസ്സിലാകില്ലെന്ന് കരുതി. എന്നിരുന്നാലും കൃഷ്ണൻ ഉറച്ചുനിന്നു, എന്റെ പ്രിയപ്പെട്ട പിതാവേ, ഉദാരമതികളും പുണ്യാത്മാക്കളും ആയവർക്ക് രഹസ്യമൊന്നുമില്ല. അവർ ആരെയും ഒരു സുഹൃത്തോ ശത്രുവോ നിഷ്പക്ഷ കക്ഷിയോ ആയി കരുതുന്നില്ല. കാരണം അവർ എപ്പോഴും എല്ലാവർക്കും തുറന്നിരിക്കും. അത്ര ഉദാരമതികളല്ലാത്തവർക്കുപോലും കുടുംബാംഗങ്ങളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ഒന്നും രഹസ്യമായി സൂക്ഷിക്കരുത്. എന്നിരുന്നാലും ശത്രുതയുള്ള വ്യക്തികൾക്ക് രഹസ്യം നിലനിർത്താം. അതിനാൽ നിങ്ങൾക്ക് എന്നിൽ നിന്ന് ഒരു രഹസ്യവും സൂക്ഷിക്കാൻ കഴിയില്ല. എല്ലാ വ്യക്തികളും ഫലോദ്ദേശ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു. ചിലർക്ക് ഈ പ്രവർത്തനങ്ങൾ എന്താണെന്ന് അറിയാം, അവർക്ക് ഫലം അറിയാം. ചിലർ ഉദ്ദേശ്യമോ ഫലമോ അറിയാതെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. പൂർണ്ണ അറിവോടെ പ്രവർത്തിക്കുന്ന ഒരാൾക്ക് പൂർണ്ണ ഫലം ലഭിക്കും. അറിവില്ലാതെ പ്രവർത്തിക്കുന്ന ഒരാൾക്ക് അത്തരമൊരു പൂർണ്ണ ഫലം ലഭിക്കില്ല. അതിനാൽ നിങ്ങൾ ചെയ്യാൻ പോകുന്ന യാഗത്തിന്റെ ഉദ്ദേശ്യം ദയവായി എന്നെ അറിയിക്കുക. അത് വേദാധിഷ്ഠിതമാണോ അതോ അതൊരു ജനപ്രിയ ചടങ്ങാണോ? ദയവായി യാഗത്തെക്കുറിച്ച് വിശദമായി എന്നെ അറിയിക്കുക. കൃഷ്ണന്റെ ഈ അന്വേഷണം കേട്ടപ്പോൾ മഹാരാജ നന്ദൻ മറുപടി പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട കുട്ടി, ഈ ആചാരപരമായ പ്രകടനം ഏറെക്കുറെ പരമ്പരാഗതമാണ്. ഇന്ദ്രരാജാവിന്റെ കാരുണ്യം മൂലമാണ് മഴ ലഭിക്കുന്നത്. മേഘങ്ങൾ അദ്ദേഹത്തിന്റെ പ്രതിനിധികളാണ്. നമ്മുടെ ജീവിതത്തിന് വെള്ളം വളരെ പ്രധാനമായതിനാൽ ഈ മഴയുടെ നിയന്താവായ മഹാരാജ ഇന്ദ്രനോട് നാം കുറച്ച് നന്ദി കാണിക്കണം. അതിനാൽ വിജയകരമായ കാർഷിക പ്രവർത്തനങ്ങൾക്കായി ആവശ്യത്തിന് മഴ പെയ്യിക്കാൻ മേഘങ്ങളെ അയച്ചതിനാൽ രാജാവായ ഇന്ദ്രനെ സമാധാനിപ്പിക്കാൻ ഞങ്ങൾ ക്രമീകരണം ചെയ്യുന്നു. വെള്ളം വളരെ പ്രധാനമാണ്. മഴയില്ലാതെ നമുക്ക് കൃഷി ചെയ്യാനോ ധാന്യം ഉത്പാദിപ്പിക്കാനോ കഴിയില്ല. ധാന്യമില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. അതിനാൽ വിജയകരമായ മതപരമായ ചടങ്ങുകൾക്കും സാമ്പത്തിക വികസനത്തിനും ആത്യന്തികമായി മോചനത്തിനും മഴ ആവശ്യമാണ്. അതിനാൽ നാം ഈ പരമ്പരാഗത ആചാരപരമായ ചടങ്ങ് ഉപേക്ഷിക്കരുത്. കാമം, അത്യാഗ്രഹം അല്ലെങ്കിൽ ഭയം എന്നിവയാൽ സ്വാധീനിക്കപ്പെട്ട ഒരാൾ അത് ഉപേക്ഷിക്കുകയാണെങ്കിൽ അത് അവന് അത്ര നല്ലതായി തോന്നുന്നില്ല. ഇത് കേട്ടതിനുശേഷം പരമദിവ്യോത്തമപുരുഷനായ കൃഷ്ണൻ തന്റെ പിതാവിന്റെയും വൃന്ദാവനത്തിലെ എല്ലാ മൂത്ത ഗോപാലകരുടെയും സാന്നിധ്യത്തിൽ സ്വർഗരാജാവായ ഇന്ദ്രനെ വളരെ കോപിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചു. യാഗം ഉപേക്ഷിക്കാൻ അദ്ദേഹം നിർദ്ദേശിച്ചു. ഇന്ദ്രനെ പ്രീതിപ്പെടുത്തുന്നതിനായി നടത്തിയ യാഗത്തെ നിരുത്സാഹപ്പെടുത്തുന്നതിനുള്ള കാരണങ്ങൾ രണ്ടായിരുന്നു. ഒന്നാമതായി, ഭഗവദ്ഗീതയിൽ പറഞ്ഞിരിക്കുന്നതുപോലെ ഏതെങ്കിലും ഭൗതിക പുരോഗതിക്കായി ദേവന്മാരെ ആരാധിക്കേണ്ട ആവശ്യമില്ല. ദേവന്മാരെ ആരാധിക്കുന്നതിലൂടെ ലഭിക്കുന്ന എല്ലാ ഫലങ്ങളും താൽക്കാലികമാണ്. ബുദ്ധി കുറഞ്ഞവർക്ക് മാത്രമേ താൽക്കാലിക ഫലങ്ങളിൽ താൽപ്പര്യമുള്ളൂ. രണ്ടാമതായി, ദേവന്മാരെ ആരാധിക്കുന്നതിലൂടെ ലഭിക്കുന്ന താൽക്കാലിക ഫലം യഥാർത്ഥത്തിൽ ഭഗവാന്റെ അനുമതിയോടെയാണ് നൽകുന്നത്. ഭഗവദ്ഗീതയിൽ ഇത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മായൈവ വിഹിതാൻ ഹിതാൻ. ദേവന്മാരിൽ നിന്ന് ലഭിക്കുമെന്ന് കരുതപ്പെടുന്ന ഏതൊരു പ്രയോജനവും യഥാർത്ഥത്തിൽ പരമദിവ്യോത്തമ പുരുഷൻ നൽകുന്നു. പരമദിവ്യോത്തമ പുരുഷനായ ദൈവത്തിന്റെ അനുവാദമില്ലാതെ ഒരാൾക്കും മറ്റുള്ളവർക്ക് ഒരു പ്രയോജനവും നൽകാൻ കഴിയില്ല. എന്നാൽ ചിലപ്പോൾ ദേവന്മാർ ഭൗതിക പ്രകൃതിയുടെ സ്വാധീനത്താൽ ഗർവിച്ചുപോകുന്നു. സ്വയമെല്ലാമായി കരുതി അവർ ഭഗവാന്റെ പരമാധികാരം മറക്കുന്നു. ഈ സന്ദർഭത്തിൽ കൃഷ്ണൻ ഇന്ദ്ര രാജാവിനെ കോപിപ്പിക്കാൻ ആഗ്രഹിച്ചുവെന്ന് ശ്രീമദ് ഭാഗവതത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കൃഷ്ണന്റെ വരവ് പ്രത്യേകിച്ച് അസുരന്മാരെ നശിപ്പിക്കാനും ഭക്തരെ സംരക്ഷിക്കാനും ഉദ്ദേശിച്ചുള്ളതായിരുന്നു. രാജാവ് ഇന്ദ്രൻ തീർച്ചയായും ഒരു ഭക്തനായിരുന്നു, ഒരു രാക്ഷസനല്ല. പക്ഷേ അവൻ ഗർവിച്ചതിനാൽ കൃഷ്ണൻ അവനെ ഒരു പാഠം പഠിപ്പിക്കാൻ ആഗ്രഹിച്ചു. വൃന്ദാവനത്തിലെ ഗോപാലകർ ഒരുക്കിയ ഇന്ദ്രപൂജ നിർത്തിവെച്ചാണ് അദ്ദേഹം ആദ്യം ഇന്ദ്രനെ കോപിപ്പിച്ചത്.
ഈ ലക്ഷ്യം മനസ്സിൽ വെച്ചുകൊണ്ട് കർമ്മമീമാംസയുടെ തത്വചിന്തയെ പിന്തുണയ്ക്കുന്ന ഒരു നിരീശ്വരവാദിയെപ്പോലെയാണ് കൃഷ്ണൻ സംസാരിക്കാൻ തുടങ്ങിയത്. ഈ തത്വചിന്തയുടെ വക്താക്കൾ ഭഗവാന്റെ പരമോന്നത അധികാരത്തെ അംഗീകരിക്കുന്നില്ല. ആരെങ്കിലും നന്നായി പ്രവർത്തിച്ചാൽ ഫലം തീർച്ചയായും ലഭിക്കുമെന്ന വാദം അവർ മുന്നോട്ടുവച്ചു. മനുഷ്യന് അവന്റെ ഫലോദ്ദേശ്യ പ്രവർത്തനങ്ങൾക്ക് ഫലം നൽകുന്ന ഒരു ദൈവമുണ്ടെങ്കിലും അവനെ ആരാധിക്കേണ്ട ആവശ്യമില്ലെന്നാണ് അവരുടെ അഭിപ്രായം. കാരണം മനുഷ്യൻ പ്രവർത്തിച്ചില്ലെങ്കിൽ അവന് ഒരു നല്ല ഫലവും നൽകാൻ കഴിയില്ല. ഒരു ദേവനെയോ ദൈവത്തെയോ ആരാധിക്കുന്നതിനു പകരം ആളുകൾ സ്വന്തം കർത്തവ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും അങ്ങനെ നല്ല ഫലം തീർച്ചയായും ലഭിക്കുമെന്നും അവർ പറയുന്നു. കർമ്മമീമാംസ തത്വചിന്തയുടെ ഈ തത്വങ്ങൾക്കനുസൃതമായി ഭഗവാൻ കൃഷ്ണൻ തന്റെ പിതാവിനോട് സംസാരിക്കാൻ തുടങ്ങി. എന്റെ പ്രിയപ്പെട്ട പിതാവേ, അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ കാർഷിക പ്രവർത്തനങ്ങൾ വിജയകരമായി പൂർത്തിയാക്കാൻ ഒരു ദേവനെയും ആരാധിക്കേണ്ടതില്ലെന്ന് ഞാൻ കരുതുന്നു. ഓരോ ജീവിയും തന്റെ മുൻകാല കർമ്മങ്ങൾക്കനുസൃതമായി ജനിക്കുകയും ഇപ്പോഴത്തെ കർമ്മത്തിന്റെ ഫലം സ്വീകരിച്ചുകൊണ്ട് ഈ ജന്മം ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. ഓരോരുത്തരും തന്റെ മുൻകാല പ്രവർത്തനങ്ങൾക്കനുസൃതമായി വ്യത്യസ്തതരം അല്ലെങ്കിൽ ജീവിവർഗങ്ങളിൽ ജനിക്കുന്നു. ഈ ജീവിതത്തിലെ പ്രവർത്തനങ്ങൾക്കനുസൃതമായി അയാൾക്ക് അടുത്ത ജന്മം ലഭിക്കുന്നു. വ്യത്യസ്തതരം ഭൗതിക സന്തോഷവും ദുഃഖവും, ജീവിതത്തിലെ സുഖസൗകര്യങ്ങളും ദോഷങ്ങളും, ഭൂതകാല അല്ലെങ്കിൽ വർത്തമാനകാല ജീവിതത്തിൽ നിന്നുള്ള വ്യത്യസ്ത പ്രവർത്തനങ്ങളുടെ വ്യത്യസ്ത ഫലങ്ങളാണ്. ആധിപത്യം പുലർത്തുന്ന ദൈവത്തെ തൃപ്തിപ്പെടുത്താതെ ഭൗതിക പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രം ഒരു നല്ല ഫലവും ലഭിക്കില്ലെന്ന് മഹാരാജ നന്ദനും മറ്റു മുതിർന്ന അംഗങ്ങളും വാദിച്ചു. ഇതാണ് വസ്തുത. ഉദാഹരണത്തിന്, ഒരു ഒന്നാന്തരം വൈദ്യന്റെ ഒന്നാന്തരം വൈദ്യസഹായവും ചികിത്സയും ഉണ്ടായിരുന്നിട്ടും രോഗി മരിക്കുന്നുവെന്ന് ചിലപ്പോൾ കാണാം. അതിനാൽ ഒന്നാന്തരം വൈദ്യചികിത്സയോ ഒന്നാന്തരം വൈദ്യന്റെ ശ്രമങ്ങളോ ഒരു രോഗിയെ സുഖപ്പെടുത്തുന്നതിന് കാരണമാകില്ല. പരമപുരുഷന്റെ കൈകളുണ്ടായിരിക്കണം. അതുപോലെ ഒരു പിതാവും മാതാവും മക്കളെ പരിപാലിക്കുന്നത് കുട്ടികളുടെ ആശ്വാസത്തിന് കാരണമാകില്ല. ചിലപ്പോൾ മാതാപിതാക്കളുടെ എല്ലാ പരിചരണവും ഉണ്ടായിരുന്നിട്ടും കുട്ടികൾ മോശമാകുകയോ മരണത്തിന് കീഴടങ്ങുകയോ ചെയ്യുന്നുവെന്ന് കാണാം. അതിനാൽ ഭൗതിക കാരണങ്ങൾ ഫലങ്ങൾക്ക് പര്യാപ്തമല്ല. പരമപുരുഷനായ ഭഗവാന്റെ അനുമതി ഉണ്ടായിരിക്കണം. അതിനാൽ കാർഷിക പ്രവർത്തനങ്ങൾക്ക് നല്ല ഫലങ്ങൾ ലഭിക്കണമെങ്കിൽ മഴയുടെ വിതരണത്തിന്റെ മേൽനോട്ടക്കാരനായ ഇന്ദ്രനെ തൃപ്തിപ്പെടുത്തണമെന്ന് നന്ദ മഹാരാജൻ വാദിച്ചു. ഭഗവാൻ കൃഷ്ണൻ ഈ വാദത്തെ നിരാകരിച്ചു. നിർദ്ദേശിക്കപ്പെട്ട കർത്തവ്യങ്ങൾ നിർവഹിച്ച വ്യക്തികൾക്ക് മാത്രമേ ദേവന്മാർ ഫലം നൽകുന്നുള്ളൂ എന്ന് പറഞ്ഞു. നിർദ്ദേശിക്കപ്പെട്ട കർത്തവ്യങ്ങൾ നിർവഹിച്ചിട്ടില്ലാത്ത വ്യക്തിക്ക് ദേവന്മാർക്ക് ഒരു നല്ല ഫലവും നൽകാൻ കഴിയില്ല. അതിനാൽ ദേവന്മാർ കർത്തവ്യങ്ങളുടെ നിർവഹണത്തെ ആശ്രയിച്ചിരിക്കുന്നു. ആർക്കും നല്ല ഫലങ്ങൾ നൽകുന്നതിൽ അവർ പൂർണ്ണരല്ല. അപ്പോൾ എന്തിനാണ് ഒരാൾ അവരെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ടത്? എന്റെ പിതാവേ, ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു, അർദ്ധദേവനായ ഇന്ദ്രനെ ആരാധിക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും സ്വന്തം കർമ്മത്തിന്റെ ഫലം നേടേണ്ടതുണ്ട്. ഒരാൾ തന്റെ കർമ്മത്തിന്റെ സ്വാഭാവിക പ്രവണതയനുസരിച്ച് തിരക്കിലാണെന്ന് നമുക്ക് കാണാൻ കഴിയും. ആ സ്വാഭാവിക പ്രവണതയനുസരിച്ച് എല്ലാ ജീവജാലങ്ങളും, മനുഷ്യരോ ദേവന്മാരോ ആകട്ടെ, അവരവരുടെ ഫലങ്ങൾ കൈവരിക്കുന്നു. എല്ലാ ജീവജാലങ്ങളും ഉയർന്നതോ താഴ്ന്നതോ ആയ ശരീരങ്ങൾ നേടുകയും വ്യത്യസ്തതരം പ്രവൃത്തികൾ കാരണം ശത്രുക്കളെയും സുഹൃത്തുക്കളെയും നിഷ്പക്ഷ കക്ഷികളെയും സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഒരാൾ തന്റെ സ്വാഭാവിക സഹജാവബോധത്തിനനുസരിച്ച് കർത്തവ്യങ്ങൾ നിർവഹിക്കാൻ ശ്രദ്ധിക്കണം. വിവിധ ദേവന്മാരുടെ ആരാധനയിലേക്ക് ശ്രദ്ധ തിരിക്കരുത്. എല്ലാ കർത്തവ്യങ്ങളും ശരിയായി നിർവഹിക്കുന്നതിലൂടെ ദേവന്മാർ സംതൃപ്തരാകും. അതിനാൽ അവരെ ആരാധിക്കേണ്ട ആവശ്യമില്ല. പകരം നമുക്ക് നമ്മുടെ കർത്തവ്യങ്ങൾ വളരെ ഭംഗിയായി നിർവഹിക്കാം. വാസ്തവത്തിൽ തന്റെ കർത്തവ്യം ശരിയായി നിർവഹിക്കാതെ ഒരാൾക്ക് സന്തോഷിക്കാൻ കഴിയില്ല. അതിനാൽ തന്റെ കർത്തവ്യങ്ങൾ ശരിയായി നിർവഹിക്കാത്ത ഒരാളെ ഒരു അശുദ്ധ ഭാര്യയോട് ഉപമിക്കുന്നു. ബ്രാഹ്മണരുടെ കർത്തവ്യം വേദങ്ങളുടെ പഠനമാണ്. രാജകീയ ക്രമത്തിന്റെ കർത്തവ്യം ക്ഷത്രിയരുടെ കടമ പൗരന്മാരെ സംരക്ഷിക്കുന്നതിലാണ്. വൈശ്യ സമൂഹത്തിന്റെ ശരിയായ കടമ കൃഷി, വ്യാപാരം, പശുക്കളുടെ സംരക്ഷണം എന്നിവയാണ്. ശൂദ്രരുടെ ശരിയായ കടമ ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ തുടങ്ങിയ ഉയർന്ന വിഭാഗങ്ങളെ സേവിക്കുക എന്നതാണ്. നമ്മൾ വൈശ്യ സമൂഹത്തിൽപ്പെട്ടവരാണ്. കൃഷി ചെയ്യുക, കാർഷികോൽപ്പന്നങ്ങൾ വ്യാപാരം ചെയ്യുക, പശുക്കളെ സംരക്ഷിക്കുക അല്ലെങ്കിൽ ബാങ്കിംഗ് മേഖലയിൽ എത്തിക്കുക എന്നിവയാണ് ഞങ്ങളുടെ ശരിയായ കടമ. നന്ദ മഹാരാജാവ് നിരവധി പശുക്കളെ സംരക്ഷിക്കുകയും കൃഷ്ണൻ അവയെ പരിപാലിക്കുകയും ചെയ്തതിനാൽ കൃഷ്ണൻ തന്നെ വൈശ്യ സമൂഹത്തിൽപ്പെട്ടവനാണെന്ന് തിരിച്ചറിഞ്ഞു. വൈശ്യ സമൂഹത്തിനുവേണ്ടി കൃഷി, വ്യാപാരം, പശു സംരക്ഷണം, ബാങ്കിംഗ് എന്നിങ്ങനെ 4 തരം വ്യാപാര ഇടപാടുകൾ അദ്ദേഹം പട്ടികപ്പെടുത്തി. വൈശ്യർക്ക് ഈ തൊഴിലുകളിൽ ഏതെങ്കിലുമൊന്ന് സ്വീകരിക്കാമെങ്കിലും വൃന്ദാവനത്തിലെ പുരുഷന്മാർ പ്രധാനമായും പശു സംരക്ഷണത്തിലായിരുന്നു ഏർപ്പെട്ടിരുന്നത്. കൃഷ്ണൻ തന്റെ പിതാവിനോട് ഇങ്ങനെ വിശദീകരിച്ചു: ഈ പ്രപഞ്ച പ്രകടനം ഭൗതിക പ്രകൃതിയുടെ 3 ഗുണങ്ങളായ നന്മ, അഭിനിവേശം, അജ്ഞത എന്നിവയുടെ സ്വാധീനത്തിലാണ് നടക്കുന്നത്. സൃഷ്ടി, പരിപാലനം, നാശം എന്നിവയുടെ കാരണങ്ങളാണ് ഈ 3 ഗുണങ്ങൾ. അഭിനിവേശത്തിന്റെ പ്രവർത്തനത്താൽ മേഘം ഉണ്ടാകുന്നു. അതിനാൽ മഴ പെയ്യുന്നത് അഭിനിവേശത്തിന്റെ രീതിയാണ്. മഴയ്ക്ക് ശേഷം ജീവജാലങ്ങൾക്ക് ഫലം ലഭിക്കുന്നു, കാർഷിക ജോലിയിൽ വിജയം. അപ്പോൾ ഇന്ദ്രന് ഈ കാര്യവുമായി എന്ത് ബന്ധമുണ്ട്? നിങ്ങൾ ഇന്ദ്രനെ പ്രീതിപ്പെടുത്തിയില്ലെങ്കിലും അവൻ എന്തു ചെയ്യാൻ കഴിയും? ഇന്ദ്രനിൽ നിന്ന് നമുക്ക് പ്രത്യേക നേട്ടമൊന്നും ലഭിക്കുന്നില്ല. അവൻ അവിടെയുണ്ടെങ്കിൽ പോലും ജലത്തിന്റെ ആവശ്യമില്ലാത്ത സമുദ്രത്തിലും അവൻ വെള്ളമൊഴിക്കുന്നു.
അതിനാൽ അവൻ സമുദ്രത്തിലോ കരയിലോ വെള്ളമൊഴിക്കുന്നു, അത് നാം അവനെ ആരാധിക്കുന്നതിനെ ആശ്രയിക്കുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മറ്റൊരു നഗരത്തിലേക്കോ ഗ്രാമത്തിലേക്കോ വിദേശത്തേക്കോ പോകേണ്ടതില്ല. നഗരങ്ങളിൽ കൊട്ടാരസമാനമായ കെട്ടിടങ്ങളുണ്ട്, പക്ഷേ വൃന്ദാവനത്തിലെ ഈ വനത്തിൽ താമസിക്കുന്നതിൽ ഞങ്ങൾ സംതൃപ്തരാണ്. ഞങ്ങളുടെ പ്രത്യേക ബന്ധം ഗോവർദ്ധന കുന്നുകളുമായോ? വൃന്ദാവന വനം മറ്റൊന്നുമല്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പിതാവേ, ഇന്ദ്രനുമായി നമുക്ക് ഒരു ബന്ധവും ഉണ്ടാകാതെ തദ്ദേശീയ ബ്രാഹ്മണരെയും ഗോവർദ്ധന പർവ്വതത്തെയും തൃപ്തിപ്പെടുത്തുന്ന ഒരു യാഗം ആരംഭിക്കാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. കൃഷ്ണന്റെ ഈ പ്രസ്താവന കേട്ട നന്ദ മഹാരാജൻ മറുപടി പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട കുട്ടി, നീ ആവശ്യപ്പെടുന്നതിനാൽ ഞാൻ പ്രാദേശിക ബ്രാഹ്മണർക്കും ഗോവർദ്ധന പർവ്വതത്തിനും വേണ്ടി ഒരു പ്രത്യേക യാഗം ക്രമീകരിക്കാം. എന്നാൽ തൽക്കാലം ഇന്ദ്രിയജ്ഞം എന്നറിയപ്പെടുന്ന ഈ യാഗം നടത്താൻ എന്നെ അനുവദിക്കൂ. പക്ഷേ കൃഷ്ണൻ മറുപടി പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട പിതാവേ, വൈകരുത്. ഗോവർദ്ധനനും തദ്ദേശീയ ബ്രാഹ്മണർക്കും വേണ്ടി നിങ്ങൾ നിർദ്ദേശിക്കുന്ന യാഗത്തിന് വളരെയധികം സമയമെടുക്കും. ഇന്ദ്രിയജ്ഞത്തിനായി നിങ്ങൾ ഇതിനകം ചെയ്തിട്ടുള്ള ക്രമീകരണങ്ങളും സാമഗ്രികളും എടുത്ത് ഗോവർദ്ധന പർവ്വതത്തെയും തദ്ദേശീയ ബ്രാഹ്മണരെയും തൃപ്തിപ്പെടുത്താൻ അവരെ ഉടൻ ഏർപ്പെടുത്തുന്നതാണ് നല്ലത്. മഹാരാജ നന്ദൻ ഒടുവിൽ അനുതപിച്ചു. തുടർന്ന് ഗോപാലകർ കൃഷ്ണനോട് യജ്ഞം എങ്ങനെ നടത്തണമെന്ന് അന്വേഷിച്ചു. കൃഷ്ണൻ അവർക്ക് താഴെ പറയുന്ന നിർദ്ദേശങ്ങൾ നൽകി. യജ്ഞത്തിനായി ശേഖരിച്ച ധാന്യത്തിൽ നിന്നും നെയ്യിൽ നിന്നും എല്ലാത്തരം വർണ്ണങ്ങളിലുമുള്ള വളരെ നല്ല ഭക്ഷണങ്ങൾ തയ്യാറാക്കുക. അരി, ദാൽ, പിന്നെ ഹലവ, പക്കോര, പുരി, മധുരമുള്ള അരി, രബ്രി, മധുരപലഹാരങ്ങൾ, സന്ദേശ, രസഗുള, ലഡ്ഡു തുടങ്ങിയ എല്ലാത്തരം പാൽ വിഭവങ്ങളും തയ്യാറാക്കുക. വേദശ്ലോകങ്ങൾ ജപിക്കാനും അഗ്നിയിൽ വഴിപാടുകൾ അർപ്പിക്കാനും കഴിയുന്ന പണ്ഡിത ബ്രാഹ്മണരെ ക്ഷണിക്കുക. ബ്രാഹ്മണർക്ക് എല്ലാത്തരം ധാന്യങ്ങളും ദാനം ചെയ്യണം. തുടർന്ന് എല്ലാ പശുക്കളെയും അലങ്കരിക്കുകയും നന്നായി ഭക്ഷണം നൽകുകയും ചെയ്യുക. ഇത് ചെയ്ത ശേഷം ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുക. നായ്ക്കൾ പോലുള്ള താഴ്ന്ന മൃഗങ്ങളെയും തൊട്ടുകൂടാത്തവരായി കണക്കാക്കപ്പെടുന്ന ചണ്ടാലന്മാർ അല്ലെങ്കിൽ താഴ്ന്ന വിഭാഗക്കാരെയും സംബന്ധിച്ചിടത്തോളം അവയ്ക്കും സമൃദ്ധമായ പ്രസാദം നൽകാം. പശുക്കൾക്ക് നല്ല പുല്ലുകൾ നൽകിയ ശേഷം യാഗം എന്നറിയപ്പെടുന്നു. ഗോവർദ്ധന പൂജ ഉടൻ ആരംഭിക്കാം. ഈ യാഗം എന്നെ വളരെയധികം തൃപ്തിപ്പെടുത്തും. ഈ പ്രസ്താവനയിൽ ഭഗവാൻ കൃഷ്ണൻ വൈശ്യ സമൂഹത്തിന്റെ മുഴുവൻ സമ്പദ്വ്യവസ്ഥയെയും പ്രായോഗികമായി വിവരിച്ചു. ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ, ചണ്ടാലർ തുടങ്ങി മനുഷ്യ സമൂഹത്തിലെ എല്ലാ സമൂഹങ്ങളിലും പശുക്കൾ, നായ്ക്കൾ, ആടുകൾ തുടങ്ങി മൃഗലോകത്തും എല്ലാവർക്കും അവരുടേതായ പങ്കുണ്ട്. ചൈതന്യമുള്ള വസ്തുക്കൾ മാത്രമല്ല, കുന്നുകൾ, ഭൂമി തുടങ്ങിയ നിർജീവ വസ്തുക്കളും ഉൾപ്പെടെ സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള നേട്ടത്തിനായി ഓരോരുത്തരും സഹകരിച്ച് പ്രവർത്തിക്കണം. ധാന്യം ഉത്പാദിപ്പിക്കുന്നതിലൂടെയും പശുക്കൾക്ക് സംരക്ഷണം നൽകുന്നതിലൂടെയും ആവശ്യമുള്ളപ്പോൾ ഭക്ഷണം കൊണ്ടുപോകുന്നതിലൂടെയും ബാങ്കിംഗ്, ധനകാര്യം എന്നിവയിലൂടെയും സമൂഹത്തിന്റെ സാമ്പത്തിക പുരോഗതിക്ക് വൈശ്യ സമൂഹം പ്രത്യേകമായി ഉത്തരവാദിയാണ്. ഈ പ്രസ്താവനയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്, ഇപ്പോൾ വളരെ പ്രാധാന്യമുള്ളതായി മാറിയിരിക്കുന്ന പൂച്ചകളെയും നായ്ക്കളെയും അവഗണിക്കാൻ പാടില്ലെങ്കിലും പശു സംരക്ഷണം യഥാർത്ഥത്തിൽ പൂച്ചകളുടെയും നായ്ക്കളുടെയും സംരക്ഷണത്തേക്കാൾ പ്രധാനമാണ് എന്നാണ്. ഈ പ്രസ്താവനയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന മറ്റൊരു സൂചന, ചണ്ടാലരെ അഥവാ തൊട്ടുകൂടാത്തവരെ ഉയർന്ന വർഗ്ഗങ്ങൾ അവഗണിക്കരുത് എന്നും അവർക്ക് ആവശ്യമായ സംരക്ഷണം നൽകണമെന്നുമാണ്. എല്ലാവരും പ്രധാനമാണ്, എന്നാൽ ചിലർ മനുഷ്യ സമൂഹത്തിന്റെ പുരോഗതിക്ക് നേരിട്ട് ഉത്തരവാദികളാണ്, ചിലർ പരോക്ഷമായി മാത്രം ഉത്തരവാദികളാണ്. എന്നിരുന്നാലും കൃഷ്ണബോധമുള്ളപ്പോൾ എല്ലാവരുടെയും പൂർണ്ണ നേട്ടം ഉറപ്പാക്കപ്പെടുന്നു. ഗോവർദ്ധന പൂജ എന്നറിയപ്പെടുന്ന യാഗം കൃഷ്ണബോധ പ്രസ്ഥാനത്തിൽ ആചരിക്കപ്പെടുന്നു. കൃഷ്ണൻ ആരാധനാർഹമായതിനാൽ അദ്ദേഹത്തിന്റെ ഭൂമി, വൃന്ദാവനം, ഗോവർദ്ധന കുന്ന് എന്നിവയും ആരാധനാർഹമാണെന്ന് ഭാഷ ചെയ്തിട്ടുണ്ട്. ഈ പ്രസ്താവന സ്ഥിരീകരിക്കുന്നതിന് ഗോവർദ്ധന പൂജ തന്നെ ആരാധിക്കുന്നതുപോലെ നല്ലതാണെന്ന് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു. അന്നുമുതൽ ഗോവർദ്ധന പൂജ നടന്നുവരുന്നു. അത് അന്നകുടം എന്നറിയപ്പെടുന്നു. വൃന്ദാവനത്തിലെയോ വൃന്ദാവനത്തിന് പുറത്തോ ഉള്ള എല്ലാ ക്ഷേത്രങ്ങളിലും ഈ ചടങ്ങിൽ വലിയ അളവിൽ ഭക്ഷണം തയ്യാറാക്കുകയും പൊതുജനങ്ങൾക്ക് വളരെ സമൃദ്ധമായി വിതരണം ചെയ്യുകയും ചെയ്യുന്നു. ചിലപ്പോൾ ഭക്ഷണം ജനക്കൂട്ടത്തിന് എറിയുകയും അവർ അത് നിലത്തുനിന്ന് ശേഖരിക്കുന്നതിൽ ആനന്ദിക്കുകയും ചെയ്യുന്നു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, കൃഷ്ണന് അർപ്പിക്കുന്ന പ്രസാദം നിലത്തെറിഞ്ഞാലും ഒരിക്കലും മലിനമാകുകയോ ചെയ്യുന്നില്ല. അതിനാൽ ആളുകൾ അത് ശേഖരിച്ച് വളരെ സംതൃപ്തിയോടെ കഴിക്കുന്നു. സ്വർഗ്ഗഗ്രഹങ്ങളുടെ പരമാധികാരിയാകുന്നതിൽ വളരെയധികം അഹങ്കരിച്ച ഇന്ദ്രനെ ശിക്ഷിക്കുന്നതിനായി ഇന്ദ്രയജ്ഞം നിർത്തി ഗോവർദ്ധന പൂജ ആരംഭിക്കാൻ പരമദിവ്യോത്തമ പുരുഷനായ കൃഷ്ണൻ ഗോപാലകരെ ഉപദേശിച്ചു. നന്ദ മഹാരാജന്റെ നേതൃത്വത്തിലുള്ള സത്യസന്ധരും ലളിതരുമായ ഗോപാലകർ കൃഷ്ണന്റെ നിർദ്ദേശം സ്വീകരിച്ച് അദ്ദേഹം ഉപദേശിച്ചതെല്ലാം വിശദമായി നടപ്പാക്കി. അവർ ഗോവർദ്ധന പൂജയും മലയുടെ പ്രദക്ഷിണവും നടത്തി. ഗോവർദ്ധന പൂജയുടെ ഉദ്ഘാടനത്തിനുശേഷം വൃന്ദാവനത്തിലെ ആളുകൾ ഇപ്പോഴും മനോഹരമായി വസ്ത്രം ധരിച്ച് ഗോവർദ്ധന കുന്നിന് സമീപം ഒത്തുകൂടി ആരാധന നടത്തുകയും പശുക്കളെ ചുറ്റിനടന്ന് കുന്നിനെ പ്രദക്ഷിണം ചെയ്യുകയും ചെയ്യുന്നു. ഭഗവാൻ കൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം നന്ദ മഹാരാജനും ഗോപാലകരും പണ്ഡിതരായ ബ്രാഹ്മണരെ വിളിച്ചുവരുത്തി വേദമന്ത്രങ്ങൾ ഉരുവിട്ട് പ്രസാദം അർപ്പിച്ചു ഗോവർദ്ധന കുന്നിനെ ആരാധിക്കാൻ തുടങ്ങി. വൃന്ദാവന നിവാസികൾ ഒത്തുകൂടി പശുക്കളെ അലങ്കരിച്ചു, പുല്ല് കൊടുത്തു.
പശുക്കളെ മുന്നിൽ നിർത്തി അവർ ഗോവർദ്ധന കുന്നിന് പ്രദക്ഷിണം ചെയ്യാൻ തുടങ്ങി. ഗോപികമാർ വളരെ ആഡംബരപൂർവ്വം വസ്ത്രം ധരിച്ച് കാളവണ്ടികളിൽ ഇരുന്നു കൃഷ്ണന്റെ ലീലകൾ ആലപിച്ചു. ഗോവർദ്ധന പൂജയുടെ പുരോഹിതന്മാരായി സേവിക്കാൻ അവിടെ ഒത്തുകൂടിയ ബ്രാഹ്മണർ ഗോപാലകരായ പുരുഷന്മാർക്കും അവരുടെ ഭാര്യമാരായ ഗോപികമാർക്കും അനുഗ്രഹം അർപ്പിച്ചു. എല്ലാം പൂർത്തിയായപ്പോൾ കൃഷ്ണൻ ഒരു മഹത്തായ അതീന്ദ്രിയ രൂപം സ്വീകരിച്ച് വൃന്ദാവന നിവാസികളോട് ഗോവർദ്ധന കുന്നും കൃഷ്ണനും ഒരുപോലെയാണെന്ന് ഭക്തരെ ബോധ്യപ്പെടുത്തുന്നതിനായി താൻ ഗോവർദ്ധന കുന്നാണെന്ന് പ്രഖ്യാപിച്ചു. തുടർന്ന് കൃഷ്ണൻ അവിടെ സമർപ്പിക്കുന്ന എല്ലാ ഭക്ഷണവും കഴിക്കാൻ തുടങ്ങി. കൃഷ്ണന്റെയും ഗോവർദ്ധന കുന്നിന്റെയും വ്യക്തിത്വം ഇപ്പോഴും ബഹുമാനിക്കപ്പെടുന്നു. മഹാനായ ഭക്തർ ഗോവർദ്ധന കുന്നിൽ നിന്ന് കല്ലുകളെടുത്ത് ക്ഷേത്രങ്ങളിൽ കൃഷ്ണപ്രതിഷ്ഠയെ ആരാധിക്കുന്നതുപോലെ തന്നെ അവയെ ആരാധിക്കുന്നു. അതിനാൽ കൃഷ്ണബോധ പ്രസ്ഥാനത്തിന്റെ അനുയായികൾക്ക് ഗോവർദ്ധന കുന്നിൽ നിന്ന് ചെറിയ പാറകളോ കല്ലുകളോ ശേഖരിച്ച് വീട്ടിൽ ആരാധിക്കാം. കാരണം ഈ ആരാധന ദേവതാരാധന പോലെ നല്ലതാണ്. ത്തിൽ കൃഷ്ണൻ ഇങ്ങനെ പ്രഖ്യാപിച്ചു: ഞാൻ നേരിട്ട് നടത്തുന്ന ഗോവർദ്ധന പൂജയെ അവഗണിക്കുന്ന ഒരാൾ സന്തുഷ്ടനാകില്ല. പശുക്കളുടെയും അവരുടെയും ഭാഗ്യം ഉറപ്പാക്കാൻ ഗോവർദ്ധനക്കടുത്തുള്ള വൃന്ദാവനത്തിലെ എല്ലാ ആളുകളും ഞാൻ നിർദ്ദേശിച്ചതുപോലെ ആ കുന്നിനെ ആരാധിക്കണം. അങ്ങനെ ഗോവർദ്ധന പൂജായാഗം നടത്തി വൃന്ദാവന നിവാസികളെല്ലാം വസുദേവപുത്രനായ കൃഷ്ണന്റെ നിർദ്ദേശങ്ങൾ പാലിച്ചു. അതിനുശേഷം അവർ അവരവരുടെ വീടുകളിലേക്ക് മടങ്ങി.